ഓരോ ദിവസവും ആരോഗ്യരംഗത്ത് എത്രയെത്ര പുതിയ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? പുതിയ ചികിത്സകൾ, പുതിയ കണ്ടെത്തലുകൾ. ഈ വിവരങ്ങളുടെ ഒരു പ്രളയത്തിൽ ഏതിനെ വിശ്വസിക്കണം, ഏതിനെ തള്ളിക്കളയണം എന്നെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? ഇവിടെയാണ് നല്ല ഉറച്ച ഗവേഷണത്തിന്റെ പ്രാധാന്യം വരുന്നത്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ചിന്തിക്കുന്നൊരു കാര്യമാണിത്. ഒരു പുതിയ രീതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുൻപ് അതിന്റെ അടിത്തറ എത്രത്തോളം ശക്തമാണെന്ന് നമ്മൾ അറിയണ്ടേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത്. ഇതിനുള്ള ഉത്തരം ഒരു ബ്ലൂ പ്രിന്റിലാണ്. ഒരു വിശ്വാസത്തിന്റെ ബ്ലൂ പ്രിന്റ്. ഒരു ഗവേഷണത്തെ വിശ്വസിക്കാനും നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഉപയോഗിക്കാനും കഴിയുന്ന ഒന്നാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോ നമ്മുടെ ഈ ബ്ലൂ പ്രിന്റിന്റെ ആദ്യത്തെ തൂൺ എന്താണെന്ന് നോക്കാം. അതൊരു ഉറച്ച പ്ലാനാണ്. കാരണം മികച്ച ഒരു ഗവേഷണം ഒരിക്കലും യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. അതിന് ചിട്ടയായ വ്യക്തമായ ഒരു പദ്ധതി അത്യാവശ്യമാണ്. ഗവേഷണം എന്ന് പറയുന്നത് തോന്നിയ പോലെ ചെയ്യുന്ന ഒരു കാര്യമല്ല. അതൊരു യാത്ര പോലെയാണ്. കൃത്യമായ ഒരു തുടക്കമുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നോട്ടു പോയി അവസാനം ഒരു നിഗമനത്തിലെത്തും. ഓരോ ഘട്ടവും അടുത്തതിലേക്കുള്ള വഴികാട്ടിയാണ്. അപ്പോ ഈ യാത്ര എങ്ങനെയാ മുന്നോട്ടു പോകുന്നതെന്നല്ലേ? ആദ്യം നമ്മളൊരു പ്രശ്നം കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. പിന്നെ അത് പഠിക്കാനായി ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നു. അതിനുശേഷം ആവശ്യമായ ഡേറ്റ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. അവസാനം അതിൽ നിന്ന് കിട്ടിയ കണ്ടെത്തലുകൾ എന്താണെന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാം വളരെ ഓർഡറായിട്ടാണ് മുന്നോട്ടു പോകുന്നത്. വെറുതെ ഒരു പ്ലാൻ ഉണ്ടാക്കിയാ മതിയോ? പോരാ. ആ യാത്രയിലെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ശേഖരിക്കുന്ന ഡേറ്റയും ഉപയോഗിക്കുന്ന രീതികളും ശരിയാണോ എന്ന് വിമർശനാത്മകമായി തന്നെ പരിശോധിക്കണം. എന്തിനാണെന്നോ? കാരണം ചെറിയ പിഴവുകൾ പോലും നമ്മളെ തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാം. ഈ സൂക്ഷ്മപരിശോധനയാണ് ഗവേഷണത്തിന്റെ അടിസ്ഥാനം ശക്തമാക്കുന്നത്. ശരി, അപ്പോൾ നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനം റെഡിയായി. ഇനി അതിന്റെ ഘടന. അതെന്തുകൊണ്ടാണ് കെട്ടിപ്പൊക്കുന്നത്? വെറും അഭിപ്രായങ്ങളല്ല, പകരം യഥാർത്ഥ ലോകത്തുനിന്ന് കിട്ടുന്ന പക്ഷപാതരഹിതമായ വസ്തുതകൾ കൊണ്ടാണ്. നല്ല ഗവേഷണം എപ്പോഴും എംപിരിക്കലായിരിക്കണം. എന്താ ഈ വാക്കിന്റെ അർത്ഥം? സിമ്പിളാണ്. നമ്മുടെ നിഗമനങ്ങൾ സ്വന്തം അഭിപ്രായമോ ഊഹങ്ങളോ ആവരുത്. പകരം യഥാർത്ഥ ലോകത്തുനിന്ന് കിട്ടുന്ന, നമുക്ക് കാണാനും അളക്കാനും പറ്റുന്ന തെളിവുകളെ മാത്രം ആശ്രയിച്ചായിരിക്കണം. ദാ ഈ കാണുന്ന ടേബിള് നോക്കൂ. ഇതാണ് എംപിരിക്കൽ ഡേറ്റ എന്നു പറയുന്നത്. ഇവിടെ കാണുന്ന നമ്പറുകൾ വെറും അഭിപ്രായങ്ങളല്ല, രോഗികളിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച യഥാർത്ഥ വിവരങ്ങളാണ്. ഇതിനാണ് ഒരു പവറുള്ളത്. ഈ വസ്തുതകൾ കൊണ്ട് ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അത് സ്ട്രോങ് ആകണമെങ്കിൽ വസ്തുനിഷ്ഠത വളരെ പ്രധാനമാണ്. അതായത് ഗവേഷകന്റെ പേഴ്സണൽ ഇഷ്ടങ്ങളോ താൽപ്പര്യങ്ങളോ ഒന്നും പഠനത്തിന്റെ റിസൾട്ടിനെ ബാധിക്കാൻ പാടില്ല. ഇവിടെ നോക്കൂ, ഗവേഷകർ പക്ഷപാതം ഒഴിവാക്കാൻ റാൻഡം സാമ്പിളിംഗ് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കും. സംഭവം സിമ്പിളാണ്. ഒരു ലോട്ടറി എടുക്കുന്നത് പോലെയാണ് പഠനത്തിൽ പങ്കെടുക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നത്. എന്തിനാണിങ്ങനെ? അല്ലെങ്കിൽ ചിലപ്പോ ഗവേഷകന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആളുകളെ തിരഞ്ഞെടുത്താൽ ആ ഇഷ്ടക്കേടുകൾ പഠനത്തിന്റെ ഫലത്തെ തന്നെ മാറ്റിയേക്കാം, അല്ലേ? ഈ രീതിയിലൂടെ കിട്ടുന്ന കണ്ടെത്തലുകൾ യാഥാർത്ഥ്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കും. അതിന്റെ വിശ്വാസ്യതയും കൂടും. റിഗർ അല്ലെങ്കിൽ കാർക്കശ്യം, അത് നിർമ്മാണത്തിന്റെ ക്വാളിറ്റി കൺട്രോൾ പോലെയാണ്. ഓരോ ചെറിയ കാര്യത്തിലും സൂക്ഷ്മത വേണം, കർശനമായ കൃത്യത വേണം. കാരണം ചികിത്സാരംഗത്ത് ഒരു ചെറിയ പിഴവ് പോലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് പഠനത്തിലെ ഓരോ ഭാഗവും കൃത്യവും ശക്തവുമാണെന്ന് ഈ കാർക്കശ്യം ഉറപ്പാക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ശക്തമായ ഒരു അടിത്തറയുണ്ട്, വസ്തുതകൾ കൊണ്ടുള്ള ഒരു ഘടനയുമുണ്ട്. ഇനി അടുത്തതെന്താ? നമ്മളുണ്ടാക്കിയ ഈ സാധനം ശരിക്കും വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ, ഉപയോഗിക്കാൻ പറ്റുന്നതാണോന്ന് പരിശോധിക്കണ്ടേ? അതാണ് നമ്മുടെ മൂന്നാമത്തെ തൂൺ. ഇവിടെയാണ് രണ്ട് പ്രധാനപ്പെട്ട താക്കോലുകൾ വരുന്നത്: വാലിഡിറ്റിയും റിലയബിലിറ്റിയും. ഇത് രണ്ടും രണ്ടാണ്. വാലിഡിറ്റി ചോദിക്കുന്നത് നമ്മൾ അളക്കാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ അളക്കുന്നത് എന്നാണ്. റിലയബിലിറ്റി ചോദിക്കുന്നത് ഈ പഠനം വീണ്ടും ചെയ്താൽ ഇതേ റിസൾട്ട് തന്നെ കിട്ടുമോ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രണ്ട് ചോദ്യങ്ങൾക്കും അതേന്നുത്തരം കിട്ടിയില്ലെങ്കിൽ ആ പഠനം കൊണ്ടെന്തു പ്രയോജനം? ഇതുകൂടാതെ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി ഒരു ഗവേഷണത്തെ ശരിക്കും യൂസ്ഫുൾ ആക്കുന്നുണ്ട്. ഒന്ന്, മറ്റൊരാൾക്ക് ആ പഠനം അതുപോലെ വീണ്ടും ചെയ്ത് റിസൾട്ട് ശരിയാണോന്ന് നോക്കാൻ പറ്റണം. രണ്ട്, പഠനത്തിലെ കണ്ടെത്തലുകൾ ആ പഠനത്തിൽ പങ്കെടുത്ത കുറച്ചുപേർക്ക് മാത്രമല്ല, ഒരു വലിയ വിഭാഗം ആളുകൾക്കും പ്രയോജനപ്പെടണം. അപ്പോഴാണ് അതിനൊരു യഥാർത്ഥ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലൂ പ്രിന്റിലെ അവസാനത്തെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെക്കുറിച്ചാണ്.
അതിന്റെ ധാർമ്മികമായ അടിത്തറ. ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു വാചകം മാത്രം മതി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് മനുഷ്യരുമായി ബന്ധപ്പെട്ട പഠനങ്ങളാകുമ്പോൾ അതിലെ ധാർമ്മികതയ്ക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല. ശാസ്ത്രീയമായ മികവിനൊപ്പം മനുഷ്യരുടെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വില കൽപ്പിക്കുമ്പോൾ മാത്രമേ ഒരു ഗവേഷണം പൂർണ്ണമാകൂ. ഈ തത്വങ്ങൾ, അതായത് പങ്കെടുക്കുന്നവർക്ക് നന്മ ചെയ്യുക, ഒരു ദോഷവും വരുത്താതിരിക്കുക, അവരോട് നീതി പുലർത്തുക, ഇതൊക്കെ ഒരു സുരക്ഷാ കവചം പോലെയാണ്. അവരുടെ അറിവും പൂർണ്ണ സമ്മതവുമില്ലാതെ അവർക്ക് ദോഷകരമായ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അവരുടെ അവകാശങ്ങൾക്കാണ് ഏറ്റവും വലിയ വില. അപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ വിശ്വാസത്തിന്റെ ബ്ലൂ പ്രിന്റ് വെറുമൊരു തിയോറിയല്ല. ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ജോലി ചെയ്യുന്ന ഓരോ നഴ്സിനും ഇത് വളരെ പ്രാക്ടിക്കലായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന പുതിയ വിവരങ്ങളെ ധൈര്യത്തോടെ വിലയിരുത്താൻ ഇത് സഹായിക്കും. തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സകൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം നൽകാൻ ഇത് നിങ്ങളെ സഹായിക്കും. അതാണ് ഇതിന്റെ യഥാർത്ഥ പവർ. അപ്പോ ഞാൻ ഈയൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത തവണ നിങ്ങളെ കയ്യിൽ ഒരു പുതിയ ഹെൽത്ത് സ്റ്റഡി കിട്ടുമ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ബ്ലൂ പ്രിന്റിലെ ഏത് തൂണായിരിക്കും നിങ്ങൾ ആദ്യം നോക്കുക? അതിന്റെ പ്ലാനാണോ, അതോ അതിലുപയോഗിച്ചിരിക്കുന്ന തെളിവുകളാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.